ദിത്തി പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ തിരക്കൊരൽപ്പം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന അത്ര തിരക്കില്ല. പക്ഷേ കുട്ടികൾ ഇപ്പോഴും ആദ്യാക്ഷരം എഴുതുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതായത് ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ മണ്ഡപത്തിൽ നിന്നും എഴുത്തിനിരുത്ത് ചടങ്ങ് തൊട്ടപ്പുറത്തുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് മാറും. പിന്നെ ഓഡിറ്റോറിയത്തിലായിരിക്കും ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. ആദ്യം ഈ മണ്ഡപത്തിലാണ് ആദ്യാക്ഷര ചടങ്ങുകൾ, വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇവിടെയാണ് പ്രമുഖർ, അതായത് വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ പോയിട്ടുണ്ട്. നേരത്തെ ഈ സമ്പത്തും അതുപോലെ തന്നെ വി ശിവകുമാറും ചാണ്ടി ഉമ്മനും ഉൾപ്പെടെയുള്ളവർ, ബെജു പ്രഭാകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ രാവിലെ ഉണ്ടായിരുന്ന വലിയൊരു തിരക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കുരുന്നുകൾ ആദ്യാക്ഷരം എഴുതുന്നതിന് വേണ്ടി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടികൾ? കരച്ചിലാണോ? നന്നായിട്ട് എഴുതുന്നുണ്ട്. കരഞ്ഞാലും അവരുടെ ആ ഒരു മാനസികാവസ്ഥയല്ലേ, അത് കൊച്ചുകുട്ടികളല്ലേ. എല്ലായ്പ്പോഴും എഴുതിക്കാൻ വരാറുണ്ടോ? എല്ലായ്പ്പോഴും എഴുതിക്കാൻ വരാറുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് 3-4 വർഷമായിട്ട് എഴുതുന്നു. ദിത്തി അകത്തും നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കാന്നുള്ളതാണ്. ഈ എഴുതുന്നവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര കൗതുകത്തോടെയൊക്കെ എഴുതി പോകുന്നുണ്ട്. കരച്ചിലാണെങ്കിൽ അത് അങ്ങേയറ്റത്തെ കരച്ചിലാണ്. അകത്തുനിന്നൊക്കെ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കാൻ കഴിയും. ചിലരെയൊക്കെ തന്നെ എഴുത്തിന് എഴുതാതെ ഭയങ്കര നിർബന്ധത്തിൽ കരഞ്ഞു പോകാറുണ്ട്. പക്ഷേ കൂടുതലും നമുക്ക് ചിരിച്ച് ഭയങ്കര സന്തോഷത്തോടെ ആദ്യാക്ഷരം എഴുതുന്നവരെയാണ് നമുക്ക് കൂടുതലുമൊക്കെ കാണാൻ കഴിയുന്നത്. അവർ ശ്രദ്ധിച്ചവർ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച, അത് വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. അവരെ തൊട്ടടുത്തവരുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും ഒക്കെ ഉണ്ട്. അവരുടെ ഈ വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട നിമിഷത്തിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി അവരോടൊപ്പം തന്നെ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോഴും ആദ്യാക്ഷര ചടങ്ങുകൾ, വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, മറ്റ് ആറ്റുകൾ ദേവീക്ഷേത്രത്തിലും അതുപോലെ തന്നെ ചോറ്റാനിക്കരയിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വിദ്യാരംഭ ചടങ്ങുകൾ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. ശിക്ഷേമ സമിതിയിലെ കുരുന്നുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണ് ആദ്യാക്ഷരം പകർന്ന് നൽകുന്നത്. അവിടെ ചടങ്ങുകളൊക്കെ തന്നെ കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതിനോടകം തന്നെ തിരക്കൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാരംഭ ചടങ്ങുകൾ മാത്രമല്ല, മറ്റ് നവരാത്രി ആഘോഷങ്ങൾ അതിവിപുലമായിട്ട് കൊണ്ടാടുന്ന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ മറ്റ് വിവിധ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇവിടെ അക്ഷരം എഴുതിപ്പിക്കുന്ന ചടങ്ങ് ഈ മണ്ഡപത്തിലാണ് നടക്കുന്നത്. തൊട്ടപ്പുറത്ത് നൃത്ത വിദ്യാരംഭം, സംഗീത വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിനായിട്ട് എത്തിയ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മറുപക്ഷത്ത് അത്തരത്തിലുള്ള വലിയ തിരക്കൊക്കെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ ഈ ദേവിയെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തുന്ന